ഏറ്റവും ശക്തമായ സാമൂഹിക, രാഷ്ട്രീയ, പാരിസ്ഥിതിക വിഷയങ്ങളിൽ വീഡിയോ കണ്ടന്റുകൾ ചെയ്യുന്ന യൂട്യൂബർ, വ്ളോഗർ, സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് ധ്രുവ് റാഠി. വ്ളാദിമിർ പുടിനോടും ഉത്തര കൊറിയയുടെ കിം ജോങ് ഉന്നിനോടുമെല്ലാം നരേന്ദ്രമോദിയെ താരതമ്യം ചെയ്ത് സംഘപരിവാർ പടച്ചുവിടുന്ന നുണക്കഥകൾ വസ്തുനിഷ്ഠമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പൊളിച്ചടുക്കി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് തുറന്നുവെക്കുന്ന ധ്രുവ് റാഠി ഇത്തവണ എത്തിയിരിക്കുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിലാണ്. അതിസങ്കീർണമായ രാഷ്ട്രീയ സംഭവങ്ങളെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ മനസ്സിലാക്കി തരുന്ന ധ്രുവിന്റെ വീഡിയോകൾ പലപ്പോഴും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കാറുണ്ട്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറികളെക്കുറിച്ചുള്ള അന്വേഷണവും കണ്ടെത്തലുകളും ചർച്ച ചെയ്യുന്നതാണ് ധ്രുവ് റാഠിയുടെ പുതിയ വീഡിയോ. വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കൃത്രിമം കാണിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും അതിനെ എങ്ങനെ മറികടക്കും എന്നുമൊക്കെയാണ് വീഡിയോയിൽ ധ്രുവ് പറയുന്നത്. ഫെബ്രുവരി 5-ന് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ BJPയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് ധ്രുവിന്റെ വാദങ്ങൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ശതമാനം കുറവായിരുന്ന ബൂത്തുകളിലെ വോട്ടർമാരെ BJP വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണെന്ന് ധ്രുവ് പറയുന്നു. ഇതിൽ 3 പേരെ ഒഴിവാക്കിയത് അവർ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചുവെന്ന് വരുത്തി തീർത്തുകൊണ്ടാണെന്നും തെളിവുകൾ നിരത്തി ധ്രുവ് വ്യക്തമാക്കുന്നു. ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരണകക്ഷിയായ BJP തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൃത്രിമം കാട്ടിയതായി നേരത്തെ ആരോപിച്ചിരുന്നു. ഡിസംബർ 15-നും ജനുവരി 2-നും ഇടയിൽ ന്യൂഡൽഹിയിലെ വോട്ടർ പട്ടികയിൽ പെട്ടെന്ന് 10,500 പുതിയ വോട്ടർമാർ ഉൾപ്പെടുത്തിയതിൽ ഡൽഹി മുഖ്യമന്ത്രി അതിഷി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അയച്ച കത്തിൽ ആശങ്ക അറിയിച്ചിരുന്നു. 1 ലക്ഷം വോട്ടർമാർ മാത്രമുള്ള ഒരു മണ്ഡലത്തിൽ ഇത്തരം കൂട്ടിച്ചേർക്കലുകൾ ഗുരുതരമായിരിക്കുമെന്നും ഇത് തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. മുംബൈയിലെ ഡോക്യുമെന്ററി സംവിധായക സിമന്തിനി ധുരു ഉൾപ്പെടെയുള്ള നിരവധി വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഇല്ലാതാക്കിയ സംഭവങ്ങളിലേക്ക് ധ്രുവിന്റെ വീഡിയോ വിരൽ ചൂണ്ടുന്നു. ഡൽഹിയിലെ ബജൂരി ഘാസിലും ഗോവയിലെ പിഞ്ചിമിലും സമാനമായ പ്രശ്നങ്ങളുള്ളതായി ധ്രുവ് പറയുന്നു. BJPക്ക് വോട്ട് ചെയ്യാൻ സാധ്യത കുറവായ ദലിത്, മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ടവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ അവിടുത്തെ തിരഞ്ഞെടുപ്പ് അധികാരികൾ ഒത്താശ ചെയ്തതായി ധ്രുവ് പറയുന്നു. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അഴിമതിരഹിതമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുമ്പോൾ രാജ്യത്തെ വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന്റെ സമഗ്രതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ധ്രുവ് റാഠിയുടെ വാദങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.